പലതരം ചേരുവകൾ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചെമ്മീനാണ്. ഈ സെയിം റെസിപ്പി തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചെമ്മീനിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനാണോ അത് ഉപയോഗിക്കാം. ഈ ഒരു ബിരിയാണി നിങ്ങൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ് ഇതിനുള്ളത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നോർമൽ ചെമ്മീനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ചെമ്മീൻ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണിക്ക് പറ്റിയ ഏത് മീൻ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ബിരിയാണിക്ക് വേണ്ടി ഞാനിവിടെ 300 ഗ്രാമിന് മുകളിലായിട്ട് ചെമ്മീൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ചെമ്മീൻ അല്ലാതെ മറ്റു മീനുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കിലോ എടുക്കുക. ഇപ്പം നമ്മൾ തയ്യാറാക്കുന്ന മസാല ഒരു 3 കപ്പ് റൈസിന് കറക്റ്റ് ആയിരിക്കും കേട്ടോ. 1 കിലോ റൈസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടി മസാല കൂട്ടി കൊടുക്കാം. ഫിഷിൻ്റെ അളവ് എത്ര വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ 300 ഗ്രാമിന് മുകളിലായിട്ട് ചെമ്മീൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നോർമൽ മുളക് പൊടി കേട്ടോ ഞാൻ ഇടുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കുക. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ അത് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. നിങ്ങളുടെ കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വയ്ക്കുക. ഫിഷ് ഇപ്പോൾ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട റൈസ് അളന്നെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 2 കപ്പ് റൈസ് എടുക്കുന്നുള്ളൂ കേട്ടോ. 2 കപ്പിന് മുകളിലുണ്ടാവും. ഒരു വലിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2 ഗ്ലാസ് റൈസിൻ്റെ ആവശ്യം വരണുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ 2 ഗ്ലാസ് എടുക്കുന്നുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്ന മസാലയിൽ നിങ്ങൾക്ക് 3/4 കിലോ റൈസിൻ്റെ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. നിങ്ങളുടെ ബസ്മതി റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൈമ റൈസ്, ജീരകശാല റൈസ് ഏത് വേണമെങ്കിലും ബിരിയാണിക്ക് വേണ്ടി എടുക്കാം. നിങ്ങൾ ബസ്മതി റൈസ്, സെല്ല റൈസ് ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റൈസ് വാഷ് ചെയ്ത ശേഷം 20-30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. നന്നായി വാഷ് ചെയ്ത ശേഷം മാത്രം വയ്ക്കാം. നമ്മൾ സോക്ക് ചെയ്ത ശേഷം വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അരി പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വലിപ്പമുള്ള മീഡിയം സൈസ് ഇഞ്ചി എടുക്കാം. മീഡിയം സൈസിലുള്ള 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള സവാളയാണ്. 4 മീഡിയം സവാള എടുത്താൽ മതിയാവും. എൻ്റെ സവാള ചെറുതായതുകൊണ്ട് ഞാനിവിടെ 5 എണ്ണം എടുത്തിട്ടുണ്ട്. എടുക്കുന്ന സവാളയുടെ പകുതി ബിസ്തയ്ക്ക് വേണ്ടിയും പകുതി നമ്മൾ മസാല തയ്യാറാക്കാൻ വയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയും ആണ്. മല്ലിയില 2 ടേബിൾ സ്പൂണോളം ആവാം. പുതിനയില 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ദം ചെയ്യുമ്പോൾ ഇടാനും കൂടി കണക്കാക്കി കുറച്ച് കൂടുതലെടുക്കാം. ഫിഷ് ബിരിയാണിയിലെ മല്ലിയില പുതിനയിലയും കൂടി പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് കുറച്ചെടുക്കാം. ഇത് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഇപ്പോൾ നമ്മൾ നന്നാക്കി എടുത്ത വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചോപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒരുമിച്ച് പേസ്റ്റ് ആക്കിയാൽ മതിയാവും കേട്ടോ. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ടെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇഞ്ചി നന്നായിട്ട് ക്രഷ് ആവണം കേട്ടോ. ഇഞ്ചി കട്ടയായിട്ടൊട്ടും കിടക്കരുത്. ഇനി ഫൈൻ പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ എടുത്തിട്ടുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കും. ബിരിയാണിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പുളിയില്ലാത്ത തക്കാളി എടുക്കാം കേട്ടോ. പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതിയാവും. 2 എണ്ണം എടുക്കുന്നവർക്ക് 1 എണ്ണം മതിയാവും. സ്റ്റാൻഡേർഡ് ടൊമാറ്റോസ് ആണ് കേട്ടോ പുളിയില്ലാത്തത്. നമ്മുടെ നാടൻ തക്കാളിക്ക് പൊടി കൂടുതലായിരിക്കും. ഇപ്പോൾ കംപ്ലീറ്റ് തക്കാളി ഞാനിവിടെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിതുപോലെ എല്ലാം എടുത്ത് വെച്ച ശേഷം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കൽ പെട്ടെന്ന് കഴിയും. വളരെ എളുപ്പമായിട്ട് തോന്നും. ഇനി എടുത്ത് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് സവാളയും നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പകുതി സവാള ബിസ്തയ്ക്കും പകുതി സവാള വയറ്റാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബിസ്തയ്ക്ക് അരിയുന്ന സവാള ഒരേ സൈസിലും നൈസായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കട്ടെ. ഞാനിവിടെ ബ്ലേഡിൽ അരിയുന്നുണ്ട്. എല്ലാവരും ഒരേ അളവിൽ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ബിസ്തയ്ക്കുള്ള സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കാന്നുണ്ടെങ്കിൽ ഒറ്റയായിട്ട് നമുക്ക് സവാള കിട്ടും കേട്ടോ. അപ്പോൾ വറുക്കുന്ന സമയത്ത് കൂടുതൽ എളുപ്പമായിട്ട് വരും. ഇനി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കേടാണ്. ഒരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ കേട് വേണ്ട കേട്ടോ. ഈ സമയം കൊണ്ട് അരമണിക്കൂറോളം ഇരുന്ന് നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് വയ്ക്കും. നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. സോക്ക് ചെയ്ത ശേഷം വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അരി പൊട്ടി പോകും. ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ബിരിയാണിക്ക് വേണ്ട ഒരുവിധം എല്ലാ ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഹോൾ സ്പൈസസും പൊടികളുമാണ്. അതിടുന്ന സമയത്ത് പറയാം കേട്ടോ. ഇനി കുക്കിംഗ് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ബിസ്ത റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഓയിൽ ഒഴിച്ചെടുക്കുക. ആദ്യം തന്നെ ക്യാഷ് വറുത്തെടുക്കാം. ക്യാഷ് കിസ്മിസൊക്കെ നിങ്ങളുടെ ഉള്ളതനുസരിച്ചെടുക്കാം. ഒരു ഹാൻഡ്ഫുൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര എടുക്കാം കേട്ടോ. നിങ്ങൾ ഒരുപാട് എണ്ണയിലാണ് വറുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതായത് കിട്ടും. ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ കോരി എടുക്കാം കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് കളർ മാറിയ ശേഷം എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കിസ്മിസ് എടുക്കുന്നത് ക്യാഷ് എടുക്കുന്നതിൻ്റെ പകുതി മതിയാവും കേട്ടോ. കിസ്മിസ് നന്നായിട്ടൊന്ന് പുറച്ച് വരുമ്പോൾ കോരിയെടുക്കാം. അങ്ങനെ കിസ്മിസും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുക്കേണ്ടത് സവാളയാണ്. സവാള ഇട്ട് ആദ്യത്തെ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വാടിയ ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് കോരിയെടുക്കാം. കളർ മാറി തുടങ്ങിയ ശേഷം പിന്നെ ഫ്ലെയിം കൂട്ടിയിടരുത് കേട്ടോ. ഫ്ലെയിം കുറച്ച് എണ്ണിട്ട് പാകാക്കി എടുക്കാം. ഭൂരിഭാഗം സവാളയും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായ ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ബാക്കി നല്ല ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ഇരുന്ന് ആയിക്കോളും. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ സവാള വറുത്തത് ഫ്രഷ് ഓയിലാണെന്നുണ്ടെങ്കിൽ ആ സെയിം ഓയിൽ തന്നെ വെച്ച് ചെമ്മീനും വറുത്തെടുത്താൽ മതി കേട്ടോ. ഞാൻ സവാളയും കാഷ്നട്ടൊക്കെ വറുത്തെടുത്തത് ഓൾറെഡി ഉപയോഗിച്ചൊരു ഓയിലായിരുന്നു. അതുകൊണ്ട് ചെമ്മീൻ വറുക്കാനായിട്ട് മറ്റൊരു ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഞാൻ ഉപയോഗിക്കുന്നത്. ചെമ്മീനോ ഫിഷ് ഏതാണെങ്കിലും ഡീപ് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതേസമയം മറ്റൊരടുപ്പിൽ റൈസ് വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേവിച്ച് വറ്റിച്ചെടുക്കാൻ ഞാനിവിടെ ആയത്തിൽ വെള്ളം വെച്ച് ചോറ് വേവിച്ച് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 6 ലിറ്ററിൽ കൂടുതൽ വെള്ളം കൊള്ളുന്ന ഒരു പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം അടുപ്പത്ത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ടെടുക്കാം. ഒരു ബേ ലീഫ്, 3 ഏലക്ക, 1 ഇഞ്ച് വലിപ്പം വരുന്ന മീഡിയം സൈസിലുള്ള 2 പട്ട, 4-5 കറിയാമ്പൂ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. സാധാരണ വെള്ളത്തിന് പാകമായിട്ടുള്ള ഉപ്പിൽ നിന്ന് കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം. എങ്കിലേ ചോറിന് ഉപ്പുണ്ടാവുള്ളൂ.
നമ്മുടെ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചോറിന് ഉപ്പും ഗീയൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചോറിന് ഉപ്പ് കുറയാന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് വെള്ളം തിളച്ചൊക്കെ നമുക്കത് കറക്റ്റാക്കി എടുക്കാം. എന്നാലും ഇപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ ഉപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഉപ്പ് പാകാക്കിയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള മീനെടുക്ക് മറിച്ചിടാൻ മറക്കരുത്. അതുപോലെ ഫിഷ് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ അടുപ്പത്ത് നിന്ന് ഇറക്കും. ചെമ്മീന് പ്രത്യേകിച്ച് ചെമ്മീൻ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെയാവും, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചെടുക്കുക, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. നിങ്ങൾ സവാള വറുത്ത ഓയിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ ഒഴിക്കുക. നിങ്ങൾക്ക് ഗീ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അതന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ ഗീ ആണല്ലോ മെയിനായിട്ട്. ഇവിടെ ഗീ അത്ര പിടുത്തമില്ലാത്തതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഗീ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വയന്ന് പച്ച സ്മെല്ലൊക്കെ മാറിയ ശേഷം സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ള ബാക്കി സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാള കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആയി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം ബാക്കി ലോ മീഡിയം ഫ്ലെയിമിൽ വഴറ്റി എടുക്കാം കേട്ടോ. അതേസമയം നമ്മൾ റൈസ് വേവിക്കാനായിട്ട് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് റൈസും ഇട്ടെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വേവിക്കാനായിട്ട് വയ്ക്കാം. റൈസ് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം അധികം സമയം വേണ്ടി വരില്ല വേവാനായിട്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കാം. ചോറിന് വെവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ചോറ് ഒടിഞ്ഞു പോകും, ബിരിയാണി കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല. നമ്മുടെ സവാളയും ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടെടുത്താൽ മതി. ഫിഷിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടേക്കുന്നതാണ്. ഉപ്പിട്ടെടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ നന്നായിട്ട് മാറണം, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ചോറിൻ്റെ കാര്യം വിട്ടുപോകരുത്. നിങ്ങൾക്ക് രണ്ടും കൂടി നോക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചോറ് ആദ്യം തന്നെ വേവിച്ച് വെക്കാം കേട്ടോ. ചോറ് പാകത്തിന് വേവായെന്ന് അറിയാനായിട്ട് ഒരു ചോറെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു 3/4 ഭാഗം വേവ് മതി. അപ്പോൾ ഒരു ചോറെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അരി പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാന്നുണ്ടെങ്കിൽ ചോറ് ഒട്ടും വേവായിട്ടില്ല, കുറച്ച് സമയം കൂടി ഇടാം. അതല്ല ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ തന്നെ ചോറ് കംപ്ലീറ്റ് പ്രസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേവ് പാകമായിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുമ്പത്തേനും അങ്ങ് അരഞ്ഞു പോകുന്ന പാകമായിരുന്നു കേട്ടോ, അപ്പോൾ വേവ് കൂടി പോകും. ഇവിടെ ഇപ്പോൾ ചോറ് കംപ്ലീറ്റ് പാകമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ചോറ് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും പിന്നെ 2 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഒഴിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്ട്രെയിനറിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ചോറ് ഓവർ കുക്ക് ആവാണ്ടിരിക്കാനായിട്ട് നടക്കുന്നൊന്ന് കുഴിച്ചെടുക്കുക കേട്ടോ. സൈഡിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിർത്തി കൊടുക്കുക ചോറ്. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം ചൂട് കൂടുതലായിട്ട് കയറിയിട്ട് ചോറ് വല്ലാതെ അങ്ങ് കുക്കായി പോകും. ഞാനത് ചെയ്തത് വീഡിയോയിൽ റെക്കോർഡ് ആയില്ലായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ മസാലയിൽ മഞ്ഞപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ച സ്മെല്ലൊക്കെ മാറി പാകമായിട്ടുണ്ട്. ഞാൻ ഈ മസാല തയ്യാറാക്കുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. തീരെ ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് ഞാൻ ചോറ് പഠിക്കാനൊക്കെ പോയത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചോറ് ആദ്യം വേവിച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടെടുത്ത ശേഷം തക്കാളി നന്നായിട്ട് കുക്കായി നമ്മുടെ മസാലയിലേക്ക് അലന്ന് ചേരണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി മസാലയിലേക്ക് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ പുതിനയിലും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിഷ് ബിരിയാണിയിലേക്ക് മല്ലിയില പുതിനയില കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് പരമാവധി കുറച്ചിടാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി വറുത്തതിൽ നിന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കാർഡാണ്. 2 ടേബിൾ സ്പൂൺ കാർഡ് കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കാർഡ് ഒഴിച്ചെടുത്ത ശേഷം അതിലുള്ള നെയ്യൊക്കെ നന്നായിട്ട് തെളിയുന്നത് വരെ 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയിൽ നെയ്യൊക്കെ തെളിഞ്ഞ് ഗ്രേവി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. ചൂടുവെള്ളം ഒഴിക്കാന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. വെള്ളം ഒഴിച്ചെടുത്ത ശേഷം 5 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. നിങ്ങൾ നെയ്മീനോ മറ്റു മീനുകളാണോ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ദം ചെയ്യുന്ന സമയത്ത് ഗ്രേവിക്ക് മുകളിലായിട്ട് ജസ്റ്റ് വെച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് ജസ്റ്റ് മുകളിലൊന്ന് വെച്ചെടുത്താൽ മതി. ഗ്രേവിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ പൊടിഞ്ഞോവില്ലേ. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ചോറിന് നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചെടുക്കാം. പശുവും പാലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫിഷ് മസാല ചെമ്മീനിട്ട് 2 മിനിറ്റോളം നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ചോറും മസാലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്തെടുക്കാനായിട്ട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചെടുത്ത് എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫിഷ് മസാല ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറ് ആദ്യം ഇട്ടിട്ട് ഫിഷ് മസാല നടുക്കിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഫിഷ് മസാല കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. മസാലയുടെ മുകളിൽ ചോറ് ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് ലീവ്സ് ഇടാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ചോറിൽ നിന്നുള്ള വെള്ളമൊന്നും മസാലയിലേക്ക് വലിക്കാതിരിക്കാൻ അത് സഹായിക്കും. ഞാൻ മറന്നു പോയതാണ്. ഇനി 2 ലെയറായിട്ടാണ് നമ്മൾ ചോറ് സെറ്റ് ചെയ്യുന്നത്. ചോറ് ഇട്ടെടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഗീയും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സും പിന്നെ പിസ്തയും ഇലകളും ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലെ ലെയറിൽ ഞാൻ ഇല ഇടുന്നില്ല കേട്ടോ. ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വാടിയിട്ട് ഒരു കറുത്ത കളറിൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണും. അത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഇടുന്നില്ല. ഇനി ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് പൊതിയുക. അതിനുശേഷം അടുപ്പ് വെച്ച് അടച്ചിട്ട് മുകളിൽ കനോളം എന്തെങ്കിലും വയ്ക്കുക. ഈ രീതിയിൽ ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ അലൂമിനിയം ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കുഴച്ചിട്ട് ലിഡിൻ്റെ തുമ്പത്ത് സൈഡിലൊക്കെ നന്നായിട്ട് തേച്ചെടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒട്ടും എയർ പോയില്ല. ഞാൻ ഇതിന് മുമ്പുള്ള ഒരു ചിക്കൻ ബിരിയാണിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഞാനിവിടെ 30 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറും കൂടി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ.
ദം ഓഫാക്കിയ ശേഷം ഒരു 10 മിനിറ്റോളം ഞാൻ വെച്ചോളൂ. അതിനുശേഷം ദം പൊട്ടിക്കുകയാണ്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ചോറിൻ്റെ വേവൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ മസാലയും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം.